sexy and I know it. I'm sexy and I know it. Oh, yo man, what's up? What? Hey, you can't do this to me. You ഈ സാധനം കടിക്കൂ. Shut up! Get lost! ആരായിരുന്നു? ഡാഡിയാണ്. എങ്ങടാ? കൊച്ചി. എന്തേ? വൈഫിന്റെ സീറ്റ് അപ്പുറത്താണ്. TTR പറഞ്ഞ് കൊച്ചി എത്തുമ്പോ സീറ്റ് ഇങ്ങോട്ട് മാറ്റിത്തരാം. Cool man, no problems. എന്തേ? ഇടിക്ക് എന്നല്ല ശരിയാവുള്ളൂ. എന്താ ബ്രോ പേര്? അജു. തന്റെ? ചേട്ടനും ചേച്ചനും കുറച്ച് പഴയ വരാ, എന്റെ കുറച്ച് ഫാഷൻ വരാ. സുജീഷ്. അടി നല്ലത്. പഠിക്കുകയാണോ? Yeah man, it's too boring. Exams, classes. ഡാഡി കൊണ്ട് ചേർത്തതാ, പെട്ടുപോയി. ഇങ്ങനെയൊക്കെ ആകുന്ന അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. അങ്ങനൊന്നും പറയില്ലേ. ക്യാമ്പസ് ലൈഫ് എന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ? ഓ എന്തടിപൊളി. തീരുമ്പോ പരീക്ഷ വരാൻ ഞാനെന്താ കുപ്പിന്ന് വന്ന ഭൂത. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ നോക്കിയാ അപ്പ കുറയും CGPA. അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമല്ലേ. പിന്നീട് ആലോചിക്കുമ്പോ ഇതൊക്കെ വലിയ രസമായിരിക്കും. എന്ത് CGPA? അതല്ല, ക്യാമ്പസ് ലൈഫ്. എല്ലാം ശരിയാവുന്നേ. എന്റെയൊക്കെ ക്യാമ്പസ് ലൈഫ് എന്നാ രസമായിരുന്നു. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ. ദിവ്യ, അജു, കുട്ടൻ, ഞങ്ങളായിരുന്നു മൂവർ സംഘം. ഏത് ഈ പൊട്ടനാ ദിവ്യ? ദിവ്യ പ്രകാശ് വെള്ളിക്കാല. ഓ, പുള്ളി ഭയങ്കര ഭക്തനാണല്ലേ? ഭക്തനാ യവന, അതിൽ നിന്ന് ഉറങ്ങുന്ന സീനാണ്. ഡാഡാ. അയ്യോ സരിത. എന്ത് സരിത? അവള് ഞാനുണ്ടെന്ന് പറഞ്ഞതാ. ഓ ചുമ്മാതല്ലേ പത്രം വായിക്കാൻ തുടങ്ങിയത്. ഒരു പഠിക്കണം. എടാ കുട്ട, ഒരെണ്ണം നോക്കി പഠിക്കടാ, കോങ്കണ്ണായി കൂടാ. വന്നാ എന്ത്? എടാ മറ്റേ ഏഴാമത്തെ കിട്ടിയാ? പോയി പഠിക്കാൻ നോക്കണ. പോയല്ലോ, സമാധാനമായല്ലോ. ഞാനൊന്ന് ബുക്ക് തുറന്നു കഴിഞ്ഞാൽ അപ്പ പോവും. ഇനിയിപ്പോ നാളെ പഠിക്കാം. അയ്യോ പോയി. എന്താടാ എന്റെ മൂന്നാമത്തെ റിവിഷൻ പോയളിയ. അവന്റെ ഒരു മൂന്നാമത്തെ റിവിഷൻ ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. നീ അറിഞ്ഞ ഇലക്ട്രിക്കലിന്റെ പൂജയില്ലേ? ഏത്? മറ്റേ വട്ടത്തിലുള്ള പൊട്ടോട്ടിട്ട് കയ്യിൽ വെള്ള വാച്ച് കെട്ടിന് മഞ്ഞ ചെറുതാറും നീല ബോട്ടിട്ട് ഇന്ന് മെസ്സി കണ്ട പെണ്ണാണ്. അത് തന്നെ. അവളിന്ന് മറ്റേ ആർക്കിടെക്ചറിലെ രാഹുലിന്റെ കൂടെ നടക്കുന്നുണ്ട്. പോയി, അവളും പോയി. ബാക്കിയുള്ളവരൊന്നും ഫ്രണ്ട്സ് റിക്വസ്റ്റ് ആക്സെപ്റ്റ് പോലും ചെയ്യില്ല. ശവം. അക്സെപ്റ്റ് ചെയ്തില്ല? ഇല്ല. എന്നിട്ടെന്താ? ഞാൻ വീണ്ടും അയച്ചു. നന്നായി. ഒന്ന് ചിലക്കായിരിക്കോ? രാത്രിയാകുമ്പോ തുടങ്ങും ആമയുടെ ഒരു പൂജ. നാളെ പരീക്ഷ ഉള്ളതാ, പോയി കിടന്ന് ഉറങ്ങടാ. അപ്പൊ പിറ്റേ ദിവസം എക്സാം? ഓ, അതെല്ലാ തവണത്തെ പോലെ. അഞ്ചാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്താ? 5? ഇതിന് 4 ഉള്ളൂ. തിരിച്ചു നോക്കണം പട്ടി. സാറേ, ഈ ചോദ്യം തെറ്റല്ലേ? ഓ, എന്നാ ഞാൻ ക്വസ്റ്റ്യൻ മാറ്റാം. ഓ സാർ, പേപ്പർ നീ ഇതിന്നെടുത്തോടാ. സാർ, ഈ ചോദ്യത്തില് സ്പേസ് ടൈം സിംഗിൾ ഡിറ്റേറ്റ് എടുക്കണോ? നിന്നോട് ഞാൻ സ്പേസ് ടൈമിനെ കുറിച്ച് ചോദിച്ചോ കുഞ്ഞിരാമ?
അവൻ ബുദ്ധി ഉപയോഗിക്കാൻ തുടങ്ങിയില്ലേ? കാണിച്ചു സാറേ. ഈ ക്വസ്റ്റ്യനില്ലേ, അല്ല ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല, എന്നാലും എന്റെ ബുദ്ധി വെച്ചിട്ട് ഇപ്പൊ ഈ ഗ്രാവിറ്റേഷൻ വേസിലെ ഇതിങ്ങനെ വരാൻ എങ്ങനെ ഇതിങ്ങനെ ഇതെന്തത് ആനകുത്ത പറഞ്ഞതാ? നിനക്ക് ഈ ഗ്രാവിറ്റിയുടെ സ്പെല്ലിംഗ് അറിയോ? ചെറിയൊരു സംശയമുണ്ട്. എന്നാലും കുഴപ്പമില്ല, പറയാം. പോയില്ലടാ. ഇൻഡിപെൻഡന്റ് ആയിട്ടൊന്നും തിങ്ക് ചെയ്യാൻ പോലും സമ്മതിക്കൂല. വെറുതെ ഇനി ഐൻസ്റ്റീൻ ഒന്നും ഇന്ത്യയിൽ ജനിക്കാത്തത് എന്നെ പൊളിച്ച് മൊത്തം തളക്കപ്പെട്ടു പോയത്. സമയം കഴിഞ്ഞ് പേപ്പർ വന്നേ. ദിവ്യ, ഇയാള് ഫുൾ നെയിം എഴുതിയിട്ടില്ലല്ലോ. എന്റെ അച്ഛനാരുടെ മുന്നിൽ തോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല സാർ. നന്നായി. എനിക്ക് ഇപ്രാവശ്യം CGPA 6 കിട്ടണേ. ഇത്തവണ ഒരു 7 വേണം. നീ എന്തായി കൂട്ടണേ? എനിക്ക് ഒരു 12 മതിയാവും. അളിയാ, ഈ പരീക്ഷ നല്ല പാടായിരുന്നു, മിക്കവാറും തോക്കും. കുട്ട, ഈ പരീക്ഷയ്ക്കൊന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. തോൽക്കുന്നവരാണ് വലിയ നിലയിലെത്തുന്നത്. ഗൗതമേന പടങ്ങളൊന്നും കണ്ടിട്ടില്ലേ? വാരണായരത്തിലെ സൂര്യ, അല്ലെങ്കിൽ വേണ്ട, നിവിൻ പോളിയുടെ കാര്യം തന്നെ എടുക്കാം. പ്രേമത്തിലെ നിവിൻ പോളി, തട്ടത്തിമറയത്തിലെ നിവിൻ പോളി, വടക്ക സെൽഫിലെ നിവിൻ പോളി, 1983 നിവിൻ പോളി. ഇനി കഷ്ടപ്പെട്ട് പഠിച്ച് ഡോക്ടറായ നിർണയത്തിലെ മോഹൻലാലോ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്നില്ലേ? നിന്റെ വിധി അതെ. നമ്മുടെ കുട്ടി നമ്മുടെ കുട്ടിയാ? അല്ല, നിന്റെ എന്നെ കൊണ്ട് പറ്റണില്ല. ഞാൻ അവളോട് പറയാൻ പോവാ. പക്ഷെ ഇപ്പൊ എങ്ങനെ പറയാ? നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നീ സിനിമയൊന്നും കണ്ടിട്ടില്ലേ? എന്റെ ഹീറോ അല്ല, ഹീറോന്റെ ഫ്രണ്ടാണ് പോയി പറയണത്. നിനക്ക് വേണ്ടി ഞാൻ പറയാടാ അവളോട്. അതെ, എന്താ ഉദ്ദേശം? വ്യക്തമായ പ്ലാനോട് കൂടി പോയാൽ മതി. ഞാൻ നേരെ അങ്ങോട്ട് ചെല്ലും, എന്നിട്ട് പതുക്കെ അവിടെ ഒന്ന് മുട്ടണം. എന്നിട്ട് അറിയാതെ പറ്റിയതുപോലെ സോറി എന്ന് പറയുന്നു. ഓക്കെ. എന്നിട്ട് മുഖം ഒന്ന് ഉയർത്തി മാഗിക്ക് എന്നെ ഇഷ്ടപ്പെട്ടൂടെ? എന്തോ എങ്ങനെ? അല്ല, നിന്നെ ഇഷ്ടപ്പെട്ടൂടെ? പക്ഷേ മുട്ടണം. മുട്ടും. നിനക്ക് വേണ്ടി ഒന്നല്ല, 1000 മുട്ട് ഞാൻ മുട്ടും. ഞാൻ പോയാ വല്ല നടക്കോ? ഞാൻ നടത്തും. പുല്ല് നശിപ്പിച്ച് അവള് ചത്താ? എന്താ നാളെ ഇത്? കുട്ടിയുടെ കൂട്ട് ഞാൻ മാത്രമല്ല, അവർക്കും പേപ്പർ ഒന്നുമില്ല. അവര് മുട്ടണം എന്നൊക്കെ പറഞ്ഞ് എനിക്കാണെങ്കിൽ മുട്ടിയിട്ട് വലിയ ശീലമല്ല. നിനക്ക് ഇത്രയും വലിയ ഉണ്ട കണ്ണുണ്ടല്ലോ, മത്തങ്ങ പോലെ. സോറി. എന്തോന്ന് സോറി? ദേഹത്ത് വന്ന് ഇടിച്ചിട്ടാണോ സോറി അറിയുന്നേ? സോറി പറഞ്ഞില്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരാടാ. കിട്ടില്ല. അപ്പൊ സീൻ കോൺട്രാക്ട് പിന്നെ സീനായോന്നോ? അവളവളുടെ ആങ്ങളമാരെയും അമ്മാവന്മാരെയും കൂട്ടിക്കൊണ്ട് വന്നില്ലേ? കൂടിയല്ല, ഞാൻ തറവാട്ടി പറഞ്ഞവനാ. എന്നാവാ കാലി വീഴാം. പേടിച്ച് ഞാൻ ഒരു മൂത്രം അങ്ങോട്ട് ഒഴിച്ചാണ്ടല്ല. ആനപ്പാടിലെ പെണ്ണിനെ ആരാണ് ഇടിച്ചു വീഴ്ത്തിയത്? ആരാണ് അവളുടെ പുറകെ നടക്കുന്നേ? ആനപ്പാറ നിങ്ങൾ ഇപ്പൊ ഒറ്റക്കെട്ടായ? ഗോഡ് ഫാദർ നിങ്ങൾ ഭയങ്കര ശത്രുക്കളായിരുന്നല്ലോ. സിനിമയുടെ അവസാനം വരെ കണ്ടില്ലേടാ? ഞങ്ങളൊന്നും ഒന്നായത് നീ അറിഞ്ഞില്ലല്ലേ? രാമഭദ്ര, വീരഭദ്ര, തല്ലി ഓടിക്കണ അവന്റെ കാര്യം. അയ്യോ, എന്നിട്ടെന്താ? ഞങ്ങൾ ഷാജിയേട്ടനെ വിളിച്ച്
ഇവനാണോടാ നിങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ വന്നേക്കണേ? തടി കേടാവന്റെ പൊക്കോ, വെട്ടി കണ്ടിട്ട് തോട്ടിൽ കൊടുക്കും ഞാൻ. കണ്ണു ചുമക്കണം, പല്ല് കടിക്കണം, ഇഷ്ടിച്ചു വിരട്ടണം, ആകെ വയ്യാക്കണം. നാടി ഞരമ്പ് വലിഞ്ഞു മുറുകണം, പേശികളാകെ ഉരുണ്ട് കയറണം. ചങ്ങിനകത്ത് താളമട്ടിക്കണം, തകിട്ട മേളമട്ടിക്കണം. കയ്യും കാലും വിറക്കണം, പെട്ടക്കണം, തുട്ടിക്കണം. അങ്ങനെ 2 വർഷം കടന്നുപോയി. എല്ലാവരും ഓരോന്ന് വെച്ച് പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഇലക്ട്രിക്കലെ മണ്ടേല, സിവിലിലെ ഗ്രിഗർ, എന്തിന് ആ കണ്ടണത് എൻ്റെ കിടക്കുന്ന സ്വരൂപിന് വരെയായി. എനിക്ക് മാത്രം ഒന്നും നടക്കണില്ലായിരുന്നു. വലിയ കഷ്ടപ്പാടായിരുന്നു അല്ലയോ? ആ, രാത്രിയാകുമ്പോൾ സങ്കടമൊക്കെ വരും. പിന്നെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഒരുമാതിരി പെരുമാറ്റ വീട്ടുകാരും നാട്ടുകാരും. കള്ളന്മാരെ കൂട്ട് പുറകുവശത്തെ വാതിലിൽ കൂടെ കയറേണ്ട അവസ്ഥയായി. രായണ്ണ എന്തല്ല? എടേ അജു, നീ എന്ത് രാത്രി മതിലൊക്കെ ചാടി? വരണ വഴിയാ. അല്ല, എന്താ ഇതിന്റെ പഠിത്തമൊക്കെ? കുറെ നാൾ ആയല്ല. നിന്റെ കൂടെ പഠിച്ചതല്ലേ നമ്മുടെ തെക്കേപ്പറമ്പിലെ രാജേഷ്? അവനിപ്പോ ബാങ്ക് മാനേജറാ. അടുത്ത മാസം അവന്റെ കല്യാണമാ. അതിന് അവൻ ബാങ്ക് മാനേജറല്ലേ? ഞാൻ പഠിച്ചിറങ്ങിയ ഡോക്ടർ അജു. അതിന് പഠിച്ചിറങ്ങിയാലല്ലേ? വെറുതെ അല്ലടോ തന്റെ പെപ്പർ തന്നെ ഇട്ടിട്ട് മറ്റവൻ്റെ കൂടെ ഒളിച്ചോടി പോയത്. ആ, നീ വീട്ടിൽ കയറി. വസു, ദേ ഡോക്ടറേറ്റ് എടുക്കാൻ പോയ നിന്റെ മോൻ. അമ്മേ, പൂമുഖത്തേക്ക് വൺ ബ്ലാക്ക് ചെയ്യാ. വസു, കൊല്ലണ്ട. ഞാനുണ്ടോടെ കഴുതേ, പോത്ത് പോലെ വളർന്നല്ലോ. സ്ലൈറ്റ് ആയിട്ട്. അപ്പുറത്തെ രാജേഷ് ബാങ്കിലും ജോലി കിട്ടി, അടുത്ത മാസം കല്യാണമാ. ഇനി നീ ഒന്നും പറയണ്ട, ഞങ്ങളൊരു കുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്, നീ പോയി അങ്ങ് കെട്ടുക. അമ്മേ, എന്റെ കുട്ടികൾ ഇതുവരെ മാറിയില്ല. ആ, അതൊക്കെ അവള് മാറ്റിക്കോളും. അച്ഛാ, കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ടാവും. അതിന് അപ്പൊ നിങ്ങൾ വിചാരിക്കില്ലേ ഞങ്ങൾ അത്തരക്കാരാണെന്ന്? മോനെ, അച്ഛാ, എനിക്ക് ഇനി പഠിക്കണം. എടാ അതൊക്കെ അവിടെ നിക്കട്ടെ, നീ ഫോട്ടോ ഒന്ന് നോക്ക്. ഫോട്ടോ കാണിക്കരുത്. എടാ നീ ഇതൊന്ന് നോക്ക്. വേണ്ട, കാണിക്കരുത്. കണ്ട് ഊബർ വിളിക്കട്ടെ? ഓല മതി. പെണ്ണിന്റെ പേരിലായിരിക്കും വീട്. വിറ്റാ എന്ത് കിട്ടുമോ? എന്താണെങ്കിലും കല്യാണത്തിന്റെ അന്ന് തന്നെ വെപ്പിക്കണം. ഒന്നും ഇല്ലായില്ല കോപ്പെ. ഓ, വീടിന്റെ വലിപ്പം കുറച്ച് കുറഞ്ഞു. ഞാൻ വിചാരിച്ച് 2 നില വീടായിരിക്കും. നീ ഇന്നലെ പറഞ്ഞ് സംസാരിക്കരുത്. വരിക ഇരിക്കുക. ഓ വേണ്ട, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. നമ്മൾ ഇശി വൈകോ? വരണ വഴിക്ക് പിണ്ടാ കണ്ടു. എടാ, നമ്മള് ബ്രാഹ്മണന്മാരെന്ന് വിചാരിച്ചോട്ടെ. അല്ല, ഇത് ചെക്കനാ? അല്ല, നിങ്ങളൊക്കെ? ഞങ്ങള് ഫ്രണ്ട്സാ. ചുമ്മാ ജിലേബി കിട്ടുമെന്ന് പറഞ്ഞ കാരണം വന്നാ. ഇത്രയും ഗതി ഇല്ലാത്തവന്മാരായിട്ട് എന്തിനാ മോനെ നിനക്ക് പോയിട്ടാ? നിന്നെയാ. നിങ്ങൾ പഠിത്തമൊക്കെ എങ്ങനെ പോണു? എല്ലാരും തീർക്കണൊക്കെ ആയോ? ആ, നമുക്ക് മാർച്ച് തീർക്കാനാ പ്ലാൻ. ഏത് വർഷം? എല്ലാ വർഷവും മാർച്ച് ഉണ്ടല്ലോ. അല്ല, പെണ്ണിനെ വിളിക്കല്ലേ? ഓ, വിളിക്കാലോ. മോളെ സോണിയാ, ആക്രമണം കാണിക്കല്ലേ. ഒറ്റ മോളാ മതിയിലോ. നീ ഇവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലോ? ഓ, എനിക്കൊന്നും സംസാരിക്കാനില്ല. തനിക്കല്ലോടോ കൊച്ചവാ, പെണ്ണിനും ചെക്കനും.
ഓ ആയിക്കോട്ടെ. എനിക്കത് പേടിയുണ്ട്. ഞാനിപ്പോ എന്താ ചെയ്യാ? എന്നാ ഞാൻ പോയല്ല. വേണ്ട, ഞാൻ പൊക്കോളാം. എടാ നീ മറ്റേത് ഇട്. ഏത്? മറ്റേ ആനന്ദമലാലും മോഹൻലാലും മഞ്ജു വാര്യനോട് റൈറ്റ് ഇറങ്ങില്ലേ അത്. താനിങ്ങനെ വന്നേ. താനിതെങ്ങടാ? താൻ ചെന്ന് സംസാരിക്കാം. ഓ കണ്ണാടി താനിങ്ങോട്ട് വന്നേ. തന്നെ ആകെ മുത്തൊരു വശവശക്കുണ്ടല്ലോ. എന്താ നിന്റെ പേര്? ദിവ്യ. നിന്റെ അമ്മയുടെ പേര് പീതാംബരം. ഫോട്ടോ എടുത്തോട്ടാ ആവശ്യം വരും. ദൈവമേ, ആദ്യത്തെ പെണ്ണ് കാണല മിനിച്ചേക്കണേ. ചേട്ടാ ചായ. ഇതെന്താണ്? കവിയെ ഭഗവതി ചായയായിട്ട് വന്നതാണ്. സംസാരിക്കാം. ആദ്യ നോട്ടത്തിൽ തന്നെ കുട്ടി എന്നെ അടാതെ ആകർഷിച്ചു. 1992 ഞാൻ അന്വേഷിച്ചു നടന്ന മുഖം ഇത് തന്നെയാണ് എൻ്റെ മനസ്സിനോട് മന്ത്രിച്ചുകൊണ്ടേ. മെസപ്പൊട്ടോമിയുടെ തലസ്ഥാനമായ ഉസ്ബെക്കിസ്ഥാനിലുള്ള കുട്ടിയുടെ ഉപയാടം എൻ്റെ കണ്ണിന് കുളിരാകുമെന്ന് എൻ്റെ ഡ്രൈവർ ഫ്രെഡി പണ്ടേ എന്നോട് പറഞ്ഞു. സഞ്ചാരം കാര്യങ്ങൾക്ക് കുറച്ച് വ്യക്തത കുറവായതുകൊണ്ട് ഞാൻ ഈ കന്നഡ ഊരിയേക്കാം. ഈ കുട്ടി പറയും, കുട്ടിയുടെ കൊച്ചു കൊച്ചു ചാവല്യങ്ങളെ പറ്റി പറയും. ഒരു കല്യാണമാകുമ്പോ എല്ലാം പരസ്പരം അറിയിക്കണേ. ചേട്ടൻ എന്നെക്കാൾ നല്ല പെൺകുട്ടിയെ കിട്ടുമല്ലോ. എനിക്ക് വേറൊരാൾ ഇഷ്ടമല്ല ചേട്ടാ. അവർക്ക് വേറെ ആരുടെ ഇഷ്ടം എന്നെയായിരിക്കും. നിങ്ങൾ അറിയായോ? മാറേക്ക് കാണുവേ. പൊളിഞ്ഞും പോയി. പേടിക്കണ്ട, എനിക്കിഷ്ടായി. ഞാൻ അടുത്ത ആഴ്ച തരാം. ഓ അപ്പൊ വലിയ ക്ഷീണല്ലേ? ആ, ഞാൻ പിന്നെ റിസർച്ചൊക്കെ ആയിട്ടങ്ങ് ഒതുങ്ങി കൂടി. അപ്പോഴേക്കും കോംബ്രിയുടെ സമയമായി. കോംബ്രിയോ? അതെന്തുവാ? കോംബ്രി എന്ന് പറഞ്ഞ അതിപ്പോ നിനക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞ ഒരു കോടതി വിസ്താരം. പ്രതിക്കൂട്ടിൽ നമ്മൾ, നമുക്ക് വേണ്ടി ഒരു വക്കീൽ, പിന്നെ നമ്മളെ എങ്ങനെയും തോപ്പിക്കാൻ വേണ്ടി വേറൊരു വക്കീൽ, പിന്നെ ഒരു ജഡ്ജി. വെരി കോംപ്ലിക്കേറ്റഡ്. ഒരു സിറ്റിങ്ങിന് 2-3 ലക്ഷം വാങ്ങുന്ന സുപ്രീം കോർട്ട് വക്കീലുണ്ട്. ഞാൻ വിളിച്ച പറന്നെത്തും കക്ഷി. ദിവ്യക്കറിയാം, സ്കൂളിൽ നമ്മുടെ സീനിയർ ആയിരുന്നു, നന്ദഗോപാൽ മാരാർ. എവിടെ നോക്കട്ടെ? അല്ല, ഇത് നരിയല്ലേ? Researchers should behave themselves. The roaring lion of Supreme Court, Nandagopal Marar, bursts out. Excerpts from Marar's controversial thesis, Space Time-ile വാരിക്കുഴികൾ. ഭയങ്കര ബിസി അല്ലേ? നമ്മൾ പെട്ടെന്ന് വിളിച്ചാ എന്ത്? ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് വരുവൻ, ഇല്ലെങ്കിൽ ഞാൻ വരുത്തും. കാണട്ടെ, കർഷിയുടെ പടം അല്ലേ കവറില്? അളിയാ, ഇത് നരി തന്നെ. Order, order. Prosecutor, you may proceed now. താങ്ക് യു യുവർ ഓണർ. ഇത്രയും നാളായിട്ടൊരു പേപ്പർ പോലും ഇല്ലാത്ത ഇവരെ ഒന്നും ജയിപ്പിക്കരുത് യുവർ ഓണർ. ഡിഫൻസ് കൗൺസിൽ, യു ക്യാൻ ക്രോസ്. ഒന്നുമില്ല, ഇയാള് മിക്കവാറും കൊളാക്കും. എന്താടാ, എന്താ പറഞ്ഞേ? പുള്ളിക്ക് ചായക്ക് 3 പരിപ്പുടയും 5 സുഹീനും മതി. Prosecutor, you may proceed now. താങ്ക് യു യുവർ ഓണർ.
പ്രതികൾ ലാബിനേക്കാൾ കൂടുതൽ സമയം റൂമിലും മെസ്സിലുമാണ് ചെലവഴിക്കുന്നത് എന്നതിനും പ്രതികളുടെ റൂമിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട് എന്നുള്ളതിനും പ്രതികൾ 24 മണിക്കൂറും വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഓൺലൈനാണ് എന്നുള്ളതിനുമുള്ള രേഖകൾ ഞാൻ ഇവിടെ ഹാജരാക്കുന്നു. ഒബ്ജക്ഷൻ സസ്റ്റൈൻ. അല്ല അങ്ങനെയൊന്നുമില്ല, വെറുതെ പറഞ്ഞ. വാട്ട് യു മീൻ? മീൻ അങ്ങനെയൊന്നുമില്ല. നെയ്മീൻ ചാളമീൻ ആയാലും മീൻ ചിലപ്പോ മീൻ. നീ മീൻകാരനാണോ നീ പറഞ്ഞ നരി? പ്രോസിക്യൂട്ടർ, യു ക്യാൻ പ്രൊസീഡ്. താങ്ക് യു യുവർ ഓണർ. നിങ്ങൾക്ക് ബുദ്ധിക്കുറവിന്റെ പ്രശ്നമില്ല, മറിച്ച് മടി, അഹങ്കാരം, താല്പര്യമില്ലായ്മ എന്നിവയാണ് ഈ പരിതാപകരമായ അവസ്ഥയ്ക്ക് കാരണമെന്ന് ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ? ശരി. സത്യസന്ധരായ പ്രതികൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നു യുവർ ഓണർ. തെറ്റ്. അയ്യോ പോവല്ലേ, ഉറപ്പിച്ച് തെറ്റാണ്. അതെ യുവർ ഓണർ, ഇവർ ചെയ്തതെല്ലാം തെറ്റാണെന്ന് അവർക്ക് ബോധ്യം വന്നിരിക്കുന്നു. ഡിഫൻസ് കൗൺസിൽ, യു ക്യാൻ ക്രോസ്. അജു അല്ലേ? മുടിയൊക്കെ പോയല്ലോ. എന്താണ് തേക്കുന്നത്? എന്തിനാ? അല്ല എനിക്കൂടെ ഒന്ന് തേക്കാനാ. പ്രതികൾ ആവശ്യപ്പെട്ട പ്രകാരമുള്ള വർക്ക് ചെയ്യാൻ പരാജയപ്പെട്ടു എന്ന് കോടതിക്ക് മനസ്സിലായിരിക്കുന്നു. ആയതിനാൽ ഒരു വട്ടം കൂടി അപ്പീൽ ചെയ്യാൻ കോടതി ഉത്തരവിടുന്നു. റിസർച്ച് ചെയ്യാൻ ഇപ്പൊ ഒരു മോഹം തോന്നുന്നു സർ. അതുകൊണ്ട് ചോദിക്കുക, ഞങ്ങളെ ജയിപ്പിക്കാൻ പറ്റുമോ? ഇല്ലല്ലേ? സാരില്ല. കരയിപ്പിക്കില്ല, അടുത്ത തവണ ജയിപ്പിക്കാം. എന്നിട്ട് പാസ്സാക്കിയ? ആ 2-3 വട്ടം കഴിഞ്ഞപ്പോ അവർക്ക് മടുത്ത്, പിന്നെ പാസ്സാക്കി. പക്ഷേ ജീവിതം പിന്നെ അങ്ങോട്ട് വലിയ കഷ്ടപ്പാടായി. ലാബും വർക്കുമായിട്ട് പിന്നങ്ങ് കൂടി. എന്താ അജുവിന്റെ ഫ്യൂച്ചർ പ്ലാൻസ്? ചുമപ്പ് മഞ്ഞ ഗ്രാഫ് ഈ ആഴ്ച കിട്ടും സാർ, പച്ച ഗ്രാഫ് അടുത്ത മാസം കിട്ടും. എന്റെ കാര്യം വലിയ കഷ്ടമാണ് സാർ. വാട്ട് ഈസ് യുവർ പ്രോബ്ലം? തനിക്ക് എന്ത് വേണം? തൂ കോനെ, വാട്ട് യു വാണ്ട്? സാറേ എന്റെ പ്രശ്നം എന്താ അറിയോ? എനിക്ക് എന്തേ പറക്കണം നിനക്ക്? അതല്ല സാർ, എനിക്ക് ഒരു പേപ്പറില്ല. ഞാനൊരു പേപ്പർ എഴുതിയാലോ? താനോ പേപ്പറാ? താനൊക്കെ പേപ്പർ എഴുതാണ്ടില്ല, അതിന് റിജക്റ്റ് കിട്ടി ലാസ്റ്റ് ഒരു പഴംപൊരി പൊതിയാൻ പോലും കൊള്ളാത്ത അവസ്ഥയാവും. വേണ്ട സാർ, പേപ്പർ വേണ്ട. അപ്പോ വർക്ക് ചെയ്യാല്ലേ? അതാ നല്ലത്. സാർ എന്തേ? റിസൾട്ട് ഓ എന്താ സാർ? അല്ല, എന്നേക്കാ പ്രായമുള്ള റിസൾട്ട് ആണെ ഒന്ന് ബഹുമാനിച്ചേക്കാന്ന് കരുതി. എന്റെ ഫണ്ട് തീർക്കാൻ വേണ്ടി മാത്രം പടച്ചു വിട്ടേക്കണാണോടോ തന്നെ? വേറെ വല്ല റിസൾട്ടും ഉണ്ടോടോ?
സാർ എന്തേ? ഗ്രാഫ്. ഒരു വടി കിട്ടുമോ? പിന്നെ വടി ഇവിടെ ഉണ്ടല്ലോ. എന്തിനാ? ഇതൊന്ന് നേരെ വരയ്ക്കാനാ. സ്കെയിലും ഇല്ല, ആക്സസും ഇല്ല, ലേബലും ഇല്ല. എന്നാ പിന്നെ ഞാൻ പോയി ഒരു സ്കെയിൽ എടുത്തിട്ട് വരാം. സ്കെയില? എന്നാ താ ഒരു കാര്യം ചെയ്യും, ഒരു 10-15 സ്കെയിലും പ്രൊട്രാക്ടറും കോമ്പസും ഒക്കെ ഇവിടെ എടുത്തുകൊണ്ട് വെക്കി. ഞാൻ എന്റെ പരിവത്തിന് എടുത്ത് വരച്ചോളാം. എന്നാ ഇനി മേല ഞാൻ അങ്ങനെ ചെയ്യാം. താനെന്താ ആളെ കളിയാക്കണോ? തനിക്കൊന്നും മര്യാദക്ക് വരച്ചൂടെ? മര്യാദക്കാണല്ലോ സർ വരച്ചത്. ലീനിയർ ആയിരിക്കും. അല്ല എക്സ്പോണൻഷ്യല്. ആര് പറഞ്ഞു എക്സ്പോണൻഷ്യൽ വരയ്ക്കാൻ? എന്താ ഞാൻ ഒരു സത്യം പറയട്ടെ, ഞാൻ വരച്ച ലീനിയറാ. എടുത്തോണ്ട് പോടേ. രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു തണുത്ത വെളുപ്പാങ്കാലം. സാറേ, ആ ഈ ദാസപ്പൻകുട്ടിയും രാജപ്പനും കുട്ടപ്പനും ഒക്കെ പറയണു എന്റെ പേപ്പറിന് എന്തോ ഒരു പന്തികേടുണ്ടെന്ന്. സാറൊന്ന് സൂക്ഷിച്ചു നോക്കിയേ, എന്തേലും കുഴപ്പമുണ്ടോ? പേപ്പറിൽ ഇത്തിരി പ്രശ്നമുണ്ടല്ലോ. ഓ ഓ അപ്പൊ പെട്ടെന്ന് ശരിയാക്കണല്ലോ. ശരിയാക്കാം. പക്ഷേ ഞാനിപ്പോ വേറെ കുറച്ച് കാര്യങ്ങളായിട്ട് ബിസിയാണ്. ഓ നിങ്ങള് ഒരു പണി, നിങ്ങള് പോയിട്ട് പിന്നെ വാ. ഓ പിന്നെ ഓ ഇനി മുതൽ ഈ ഡെഡ് ലൈൻ ഒന്നും ക്രോസ് ചെയ്യാതെ നോക്കണം. ഓ ഡെഡ് ലൈൻ ക്രോസ് ചെയ്ത് അപ്പൊ പ്രശ്നമാണ്. ഓ ഓ അതുകൊണ്ട് ഇനി ഒറ്റ ഡെഡ് ലൈൻ പോലും ക്രോസ് ചെയ്യരുത്. ശരി. ഡെഡ് ലൈൻ ഒരു ഡെഡ് ലൈൻ അവിടെ. ഓ ഓ ഡെഡ് ലൈൻ ഡെഡ് ലൈൻ ഡെഡ് ലൈൻ ഡെഡ് ലൈൻ. സാർ, എന്തത്? റിപ്പോർട്ട്. എന്താ സാർ, കൂടുതൽ നന്നായി പോയോ? സാറല്ലേ പറഞ്ഞ് ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം റിപ്പോർട്ടായിട്ട് എഴുതിക്കൊണ്ടുവരാൻ. നീ ആ 20ാമത്തെ പേജ് വായിച്ചേ. അങ്ങനെ ഞാൻ ആ പച്ചവട്ടണി ഞെക്കിയപ്പോ ചുവപ്പ്, മഞ്ഞ, നീല എന്ന് വേണ്ട എല്ലാ കളർ ഗ്രാഫും പൊങ്ങി. അടുത്ത പേജ് വായിച്ചേ. മാർച്ച് 13, 2010. അന്നൊരു മഴയുള്ള ദിവസമായിരുന്നു. അന്നാണ് നമ്മൾ ആദ്യമായി കണ്ടത്. സാർ അന്ന് എന്നെ വിളിച്ച ചീത്തയ്ക്ക് ഒരു കയ്യും കണക്കൂല്ല. എന്തോന്നടേ ആത്മകഥയോ? നന്നായി. നീ ഒരു പണിയായി, ഇതൊക്കെ വൃത്തിയായിട്ട് ചെയ്തോണ്ട് വാ. സാർ, അപ്പോ എനിക്ക് ഈ മെയില് പോവല്ലേ? അജു, നീ ഒരു 6 മാസം കൂടെ നിക്ക്, നമുക്ക് ആലോചിക്കാം. അല്ല സാർ, പച്ചഗ്രാഫ് കിട്ടിയാ വിടാന്ന് സാറ് പറഞ്ഞാണല്ലോ. അത് നമുക്ക് നോക്കാം, ഒരു 6 മാസം കഴിഞ്ഞിട്ട് ആലോചിക്കാം. എന്താ സാർ, പച്ചഗ്രാഫിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ. അജു ഇപ്പൊ പോകണ്ട. അതെന്താ ഞാൻ പോയാല്? പോകണ്ടെന്നല്ലേ പറഞ്ഞത്? പച്ചഗ്രാഫ് കിട്ടിയാ വിടാന്ന് സാറ് പറഞ്ഞാണല്ലോ. അജു ഇപ്പൊ പോകണ്ട. വിടമാട്ടെ, എന്നെ ഇങ്ങ നിന്ന് എങ്കി പോക വിടമാട്ടെ. கொல்லமஞ்சாராய் ഇവിടെ കിടക്കുന്നു. உனக்கு எவ்வளவு தைரியம் இருந்தா இப்படி என் முன்னால வந்து நிப்ப? இன்னைக்கு ஓபன் டே. உன்னை கொன்னு ஒரு ரத்தத்தை குடிச்சு ஊங்கார நடனம் விடுவேன். അജു, ഞാനിപ്പോ എന്താ പറഞ്ഞ സർ? ഞാനിപ്പോ എന്താ പറഞ്ഞ്? ഒന്നും പറഞ്ഞില്ല. എന്റെ അജു ഒന്നും പറഞ്ഞില്ല. സർ, ഞാൻ പോയി അല്പം കോടി തൊട്ടേ. ചെയ്തോ, എത്ര വേണേലും ചെയ്തോ. എനിക്ക് എന്താണ് പറ്റിയേ? നിനക്ക് പ്രാന്താടാ. അങ്ങനെ അത് കഴിഞ്ഞല്ലേ?
ഒരുവിധം അത് തീർത്തു. ചേട്ടാ സ്റ്റേഷൻ എത്തിന്ന് തോന്നുന്നു. ചേട്ടൻ്റെ വൈഫ് വരുമെന്ന് പറഞ്ഞിട്ട് അവള് കഥയിലെ രാജകുമാരിയും ഭൂപകുമാരനും ഒന്നാവാൻ പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ കരളിൽ. അല്ല ഇത് അന്ന് പ്രശ്നമുണ്ടായ അവള് തന്നെ. അല്ല ഇതെങ്ങനെ സംഭവിച്ചു? ആ അതൊക്കെ വലിയ കഥയാ. മുദ്ര ഇനി ഉണ്ടല്ലോ, അടുത്ത മുദ്രയ്ക്ക് പറയാന്നേ.